ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്ന് നടക്കുന്ന 1000 വർഷം മുമ്പ് രാജ്യത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ നടന്ന ഐതിഹാസിക മുന്നണി രാമസ്വാമി നായ്ക്കർ, അകാലി നേതാവ് ലാൽ സിംഗ് തുടങ്ങിയ പ്രഗത്ഭരുടെ സജീവ സാന്നിധ്യം തുടങ്ങിയ പല കാരണങ്ങളാൽ കേരള ചരിത്രത്തിലെ കോൺഗ്രസ് ചരിത്രത്തിലെയും നിർണായക അധ്യായമാണ്, സുവർണ അധ്യായമാണ് ഈ വൈക്കം സത്യാഗ്രഹ പരിപാടി എന്ന് നിങ്ങൾ ഓർമ്മിക്കണം. ഒരു സാമൂഹിക അധർമ്മത്തെ നിർമ്മാർജ്ജനം ചെയ്യാൻ സത്യാഗ്രഹം എന്ന ഗാന്ധിയൻ ആയുധം ആദ്യമായി പരീക്ഷിക്കപ്പെട്ടത് ഇവിടെയാണ്. ഏത് കൊടിയ മർദ്ദനങ്ങളും പീഡനങ്ങളും മഹാത്മാഗാന്ധിയുടെ ആശീർവാദത്തോടെയും അദ്ദേഹം ഈ സത്യാഗ്രഹ വിജയമായില്ലെങ്കിൽ പോലും ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം 10 വർഷം കഴിഞ്ഞ് 1936 പുറത്തു വന്നപ്പോൾ അത് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ വിജയം കൂടിയായി. തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങൾ എല്ലാ സമുദായങ്ങൾക്കുമായി തുറന്നിട്ടു. ആധുനിക കാലത്തിലെ അത്ഭുതം എന്നാണ് ഗാന്ധിജി ഇതിനെ വിശേഷിപ്പിച്ചത്. ഗാന്ധിയൻ ആദർശങ്ങളുടെ വിജയകരമായ പരീക്ഷണശാലയായി വൈക്കം സത്യാഗ്രഹം ചരിത്രത്തിൽ ഇടം പിടിച്ചു. വരാനിരിക്കുന്ന വലിയ യുദ്ധങ്ങൾക്ക് അത് ഇന്ധനം പകർന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ആധുനിക കേരളത്തെ ഏറ്റവും അധികം സ്വാധീനിച്ച രാഷ്ട്രീയ സാമൂഹ്യ മുന്നേറ്റമാണ് വൈക്കം സത്യാഗ്രഹം. ജനാധിപത്യ കേരളത്തിൻ്റെ രൂപീകരണത്തിൽ അത് നിർണായകമായ പങ്ക് വഹിച്ചു. എന്നാൽ 100 വർഷം പിന്നിടുമ്പോഴും വൈക്കം സമരം പോലുള്ള 100 കണക്കിന് സമരങ്ങൾ നയിക്കേണ്ട സാഹചര്യങ്ങളാണ് നിലവിലുള്ളത് എന്ന് നമുക്ക് മറക്കാൻ പറ്റില്ല. വഴി നടക്കാനുള്ള
െങ്കിൽ ജുഡീഷ്യറിയിലും സർക്കാർ ജോലികളിലും മാധ്യമരംഗത്തും ഇന്നും ദളിത് പ്രാതിനിധ്യം ഒരു മരീചികയാണ്. ജാതിഭേദവും മതദ്വേഷവും ശക്തി പ്രാപിക്കുന്ന ഇവയെക്കുറിച്ചെല്ലാം ബോധവൽക്കരാകാനും പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കാനും മനനം ചെയ്യാനും ചരിത്ര കോൺഗ്രസ് വഴി ഒരുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതൊരു തുടക്കമാണ്. ഈ തുടക്കം തുടരും, അനുസ്യൂതമായി തുടരും. ലക്ഷ്യം കാണും വരെ, ദളിത് വർഗത്തിൻ്റെ മോചനത്തിന് പരിപൂർണമായി ലക്ഷ്യം കണ്ടെത്തുന്നത് വരെ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ അനുസ്മരണം തുടർന്നുകൊണ്ടേയിരിക്കും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി. കേരളത്തിൽ ഇനിയും മാറ്റങ്ങൾ വരാനുണ്ട്. ആ മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിനാണ് ഈ തുടക്കം, ഈ പറയുന്ന വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പുനരാവിഷ്കരണവുമായി ഞങ്ങൾ മുൻപോട്ട് പോകുന്നത്. അത് മുൻപോട്ട് പോകുമ്പോൾ എല്ലാ ആളുകളുടെയും പിന്തുണയും പിൻബലവും നമുക്കുണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്. ഉദ്ഘാടനമാണ്. എല്ലാവരും ദീപം തെളിയിക്കാൻ വേണ്ടി. Yeah. Kerala Pradesh Congress Committee President, respected Sudhakaran ji, CLP leader VD
Sathishan ji, Vaikam Satyagraha Centenary Celebrations Committee Chairman Sajindran ji, Convener Lizu ji, and all the Congress leaders on the dais, and all my colleagues from different parts of the state. I would like to wish you all on this occasion. I must say, it gives me great pleasure to be with you on this occasion. This is one of the very few celebrations of the Congress Party celebrating its history, which I had opportunity to attend. I'm really honored and privileged to be amidst all of you. I wish I can speak in Malayalam to share my thoughts, because the topic is so inspiring. But please pardon me, I can't speak in Malayalam. I would like to share my heart, share my thoughts on this subject in a very short time. Mr. Lizu told me I can take 30 minutes, but I promise you I will not take more than 20 minutes. I would like to begin my speech with a poem. A revolutionary poet from Hyderabad who died about 2 months back, Gaddar, wrote in Telugu, which I would like to render in English for you. Gaddar is addressing a labor, a poor agricultural labor he is addressing. In Telugu, we call the labor Kulanna, labor. His poem goes like this. Kulanna, you sculpted that god Anna. You place him in the temple. You carry all the corpses. You pull the temple chariots. You build the pandals. You bear the palanquins. But when you want to go to the temple for a glimpse of God, Kulanna, they won't allow you into the temple. Why, Anna? Why? I end. In December 1923, nearly 100 years back, one Sri T.K. Madhavan travels all the way from Kerala to my home state of Andhra Pradesh to attend All India Congress Committee session presided by Maulana Muhammad Ali. Madhavan was there to move a resolution requesting Congress Party to support struggles against untouchability and to declare that temple entry is the birthright of all Hindus. The resolution that was passed in that Congress session 100 years back, it gave birth to a monumental Vaikam struggle, which took place from 30th March 1924 to 23rd November 1925. It was the first anti-caste movement that gained national momentum in pre-independent India, with Gandhi calling it no less of a battle than the one for Swaraj. It heralded a new era of social awakening,
ignited the fervor for justice, equality across the country. It also marked the dawn of temple movement across India. I also want to today, before you talk about another resolution that was passed by CWC exactly 100 years later in October 2023 in Delhi, wherein Congress party demanded unanimously for conduct of OBC caste census, because Congress is strongly of the view that the caste must be counted in order to strengthen efforts to transcend it. Caste-based affirmative action, fine-tuned with the help of caste numbers, is needed. 100 years passed between the temple entry resolution and the OBC caste census resolution. Both the resolutions of the Congress party, separated by 100 years, reflect Congress party's resolve to challenge the ideology of one person called Manu and his writings in Manusmriti. It would be in order first to examine the impact of Vaikam Satyagraha on our quest for justice. When I think of Vaikam struggle, a few aspects of the struggle come to my mind, which I realized Sudhakaran has very passionately narrated. I don't want to repeat, but I would like to share some of them as I was touched by those aspects of the Vaikam struggle. First, it was a movement that was sustained for 18 months, during which time thousands of protesters were arrested, imprisoned, and even beaten up. Mahatma Gandhi, the Vaikam Satyagraha champion, he observed that the struggle was a touchstone of his concept of non-violent passive resistance. Gandhiji said, I unquote, "The anti-untouchability campaign at Vaikam is providing an interesting study in Satyagraha, and as it is conducted in a calm spirit, it must prove of great use for future workers along similar lines." Long before Vaikam Satyagraha, all of you know that a great movement was going on in Kerala under the leadership of Vaikunda Swami, Sri Narayan Guru, Sri Ayyankali, Sri Kumaran Asam, and Dr. P. Palpu. But the inspiration for the Vaikam struggle stemmed from the meeting between Mahatma Gandhi and T.K. Madhavan in Tirunelveli in September 1921. Gandhiji maintained that the temple entry and civil liberties were fundamental human rights that ought to be granted to all Hindus. Sri Narayan Guru was part of Vaikam Satyagraha from the start till the end. It was his disciples who established the Vaikam Satyagraha movement. E.V. Ramaswamy, famously known as Periyar, a champion of the non-Brahminical and Swayam Maryada movement in Tamil Nadu, arrived in Vaikam on 12th April 1924, accompanied by 17 volunteers. Though arrested and imprisoned, Periyar gave leadership to Vaikam Satyagraha. In 1925, the Madras
Presidency Congress passed a resolution unanimously hailing Ramaswamy Periyar as Vaikam Virar, or hero of the Vaikam, in Kanchipuram session. Vaikam agitation foregrounded social reform against the caste system in India. The Vaikam Satyagraha achieved the entry of backward caste and Dalits to roads on three sides of the Vaikam temple, leading to temple entry movement across India. The struggle across the country shaken the foundations of the caste system so much that on 27th September 1925, Sri Keshav Balaram Hedgewar, a doctor in the city of Nagpur, who wanted to safeguard the caste system and establish Hindu Rashtra in India, started an organization called RSS. Vaikam struggle prepared the ground for a successful campaign across the country against the caste system and pleading for the rights of the Dalits for entry into the temple. Nearly 1,500 kilometers away from Vaikam, at a place called Mahad in Maharashtra, about 1.5 years after Vaikam struggle. At another historical struggle, Mahad Satyagraha was led by Dr. Ambedkar on 20th March 1927 to allow untouchables to use water in public tank in Mahad. While addressing the Dalits who participated in the Mahad Satyagraha, Dr. Ambedkar said, I quote, Dr. Ambedkar said, I quote, it is not as if drinking the water of the Chavdar lake will make us immortal. We have survived well enough all these days without drinking it. We are not going to the Chavdar lake merely to drink its water. We are going to the lake to assess that we too are human beings like others. It must be clear that this meeting has been called to set up the norm of equality. Dr. Ambedkar had boldly exposed the caste system that was the root cause of the discrimination the Dalits are facing. The primordial lie which forms the very basis of the Varna system is that some are born higher than the others. This leads to compulsive, draconian, ever-increasing lies passed off as divine will, hiding the truth that the Dalits have been stripped of opportunities related to education, employment, wealth, and dignity for centuries. And what is the truth of the Dalit life? It is, the truth of the Dalit life is, it is that in society's reparation attempts, there is exclusion hiding behind the pretense of inclusion. In society's reparation attempts, there is exclusion hiding behind the pretense of inclusion. Ambedkar observed that if the problem of untouchables was one of denial of political or economical rights, all could be solved by legal and constitutional methods. However, the denial of political and economic rights arise out of social behavior sanctioned by religion.
Any struggle to secure economic and political rights for Dalits that fails to fight for the complete annihilation of caste would only further concentration of caste capital in the hands of a few communities. Caste today has survived not only socially, but its manifestations can be seen in every institutional framework. If one denies the existence of caste, then they contribute to the discriminatory systems which have thrived on the denial of identity and expression to the Dalits. What India needs today is an all-round attack on caste and its manifestation. Dear friends, development cannot happen without dignity. Progress cannot happen without acknowledging the social discrimination against Dalits. Dr. Ambedkar and other founding fathers of the Constitution laid down a bold new vision in the Constitution that promised a life of dignity to every individual, irrespective of their circumstances at birth. It was not just an attempt to undo centuries of historical wrongs, but a pathway to dismantle the very structure that continued to produce inequality. On the occasion to commemorate Dr. Ambedkar's 125th birth anniversary organized by the Congress Party in 2016, Sri Rahul Gandhi addressed a rally on April 11th at Nagpur. In his speech, he highlighted that as a nation, we have a choice between two competing ideologies. One that perpetrates the regressive Manuwad values and the other that stands against those very ethos. Both the ideologies offer a different vision of social cohesion and progress. While the former imprisons individuals to a rigid caste hierarchy, while the latter offers every individual the ability to make choices that are independent of rigid social norms and traditions. The latter has paved way for crores of Indians escape a life of dehumanization and indignity. A people-centric and progressive rights-based agenda is integral to counter the divisive ideology of Manuwad. I would like to end my speech by speaking about the CWC resolution, which I referred earlier at the beginning of my speech, passed in October 2023 in Delhi, wherein the Congress Party has unanimously demanded for OBC caste census. Why? It was an honest admission of unmet challenges towards establishing an equal society and echoes Congress Party's commitment to lead the yagna to complete the unfinished task. The unfinished task is nothing but strive to expand the space for SCs, STs, OBCs and their share in the nation's wealth, which is very, very low today. Congress Party views caste census as an X-ray for understanding the socio-economic conditions of various caste groups among SC, ST, OBCs, so as to redesign national affirmative policy guided by the dictum Jitna Abadi Utna Hak. Periodical studies, dear friends, have highlighted the economic cost of caste and gender discrimination on the Indian economy. However, our public conscience is yet to acknowledge that discrimination has a personal cost for everyone. A society that dehumanizes some groups and normalizes violence in all its forms erodes our collective humanity. Social trust is a key determinant of country's social and economic success, and it is time caste is acknowledged as a major impediment
to India's ambition of being a global powerhouse, but most importantly, an inclusive society that fosters empathy and compassion can help every individual realize their true potential. Today, friends, we live in an era of post-truth. Post-truth is an environment in which facts are viewed as irrelevant or less important than personal beliefs and opinions, and emotional appeals are used to influence public opinion. The current regime wants to establish a post-truth world, a situation in society and politics in which boundary between truth and untruth is erased, facts and related narratives are purposefully produced, emotions are more important than knowledge, and the actors of social or political life do not care for truth, proof, and evidence. Today, our achievements as a nation, our histories, and the plurality of our cultures are all being attacked by the right-wing, extremist, fascist forces in India. People are being fed false information through WhatsApp University. Corporates have captured the mainstream media channels, and information is controlled like never before. I would like to wholeheartedly congratulate Kerala Pradesh Congress Committee for taking this initiative to commemorate Vaikam Satyagraha. Being the oldest party of India, Indian National Congress always kept people at the core of its politics. It is due to the values and principles of Congress Party, our democratic nation has flourished. Ensuring rights of all marginalized communities has always been our priority. These traditions are still alive in Congress Party. Our legacy of leading the freedom struggle in India was not just about fighting the colonizers. We also fought against the social evil that was present in the society, as evident from the historic Vaikam Satyagraha led by the leaders of the Congress Party. Thank you very much. Jai Hind, Jai Congress. മുഖ്യ പ്രഭാഷണത്തിനായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ KPCCയുടെ പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ, ഈ ചരിത്ര കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്ത അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗം ശ്രീ കെ രാജു, വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും ബഹുമാന്യരായ നേതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ശതാബ്ദിയോടനുബന്ധിച്ച് ഇങ്ങനെയൊരു ഹിസ്റ്ററി കോൺഗ്രസ് നടത്താനുള്ള KPCCയുടെ തീരുമാനത്തെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ചരിത്രം എന്ന് പറയുന്നത് ഗതകാലത്തിലേക്കുള്ള തിരിഞ്ഞുനോട്ടമാണ്. ഞാനൊരു വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ, സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു ചരിത്രം. കാരണം കാണാതെ പഠിക്കുന്നതാണ് നമ്മുടെ ചരിത്രം. പ്ലാസി യുദ്ധം നടന്നത് ഈ വർഷമാണ്, പാനിപ്പട്ട് യുദ്ധം നടന്നത് ഈ വർഷമാണ്. എന്തിനാണ് ചരിത്രം പഠിക്കുന്നത് എന്ന് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ വിചാരിച്ചിരുന്ന ഒരു വിദ്യാർത്ഥിയാണ്. എന്നെ മാറ്റിയത്, ചരിത്രം പഠിപ്പിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി വായിക്കുന്നത്, ലോക ചരിത്ര അവലോകനം. ഞാനത് എനിക്കിപ്പോഴും അറിയില്ല അത് ഗദ്യമാണോ കവിതയാണോ എന്ന്. ഒരു കവിത പോലെ മനോഹരമായി ലോകത്തിൻ്റെ വൈവിധ്യമാർന്ന സംസ്കാരങ്ങളെക്കുറിച്ച്, പ്രത്യയശാസ്ത്രങ്ങളെക്കുറിച്ച്, ലോകത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് കവിത പോലെ എഴുതി വച്ചിരിക്കുന്ന പുസ്തകമാണ്. ചരിത്രം നമുക്കൊരുപാട് പഠിക്കാനുണ്ട്. ആ ഗതകാലത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾ, പരിചയങ്ങൾ, അത് പുതിയ കാലത്തേക്ക്, ഭാവിയിലേക്കുള്ള നമ്മുടെ പ്രയാണത്തിൻ്റെ നമ്മുടെ കരുത്തും അനുഭവവും പിൻബലവും ആത്മവിശ്വാസവുമായി മാറണമെന്നാണ്. ചരിത്രത്തിൽ നിന്ന് പഠിച്ചേ മതിയാവും. ഇപ്പോൾ ചരിത്രത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യം. ഇത് 100 വർഷം ഒരു സംഭവമാണ് വൈക്കം സത്യാഗ്രഹം. അപ്പോൾ വൈക്കം സത്യാഗ്രഹം ആ കാലഘട്ടത്തിൽ
കാലഘട്ടത്തിൽ 100 കൊല്ലം മുമ്പ് ഇതുപോലെ ഒരു പോരാട്ടം, അതിനോടനുബന്ധിച്ച് മന്നത്ത് പത്മനാഭൻ നടത്തിയ സവർണ ജാഥ, ടി.കെ. മാധവൻ കാക്കിനാട കോൺഗ്രസ് സമ്മേളനത്തിൽ അവതരിപ്പിച്ച ഐത്തോച്ചാടന പ്രമേയം, ഇതെല്ലാം ചരിത്രത്തിൻ്റെ ഭാഗമായി മാറുകയാണ്. എനിക്ക് വിസ്മയമാണ്. ഞാൻ ഈ കാലത്തെ ചേർത്ത് വയ്ക്കുമ്പോൾ 100 കൊല്ലം മുമ്പ് ഒരു സവർണ ജാഥ നടന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ഇതിന് പിന്തുണയുമായി സവർണ ജാഥ നടന്നു എന്ന് പറയുമ്പോൾ എനിക്കത് വിശ്വസിക്കാൻ പോലും കഴിയാത്ത കാലത്താണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്. അപ്പം 100 കൊല്ലം മുമ്പ് നടന്ന വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ചുള്ള പഠനവും അന്വേഷണവുമായി പോകുന്നതോടൊപ്പം ആ കാലഘട്ടത്തിനും അതിനു മുൻപും പിൻപുമുള്ള ചരിത്രത്തെക്കുറിച്ച് കൂടി പഠിക്കാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തുക എന്നതാണ്. ആ കാലഘട്ടം എന്ന് പറയുന്നത് ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായ ഒരു കാലമാണ്. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയാണ്. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിലാണ് യൂറോപ്പിൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത സംഭവങ്ങൾ ഉണ്ടായത്. മനുഷ്യർ ഗ്യാസ് ചേമ്പറിൽ അടയ്ക്കപ്പെട്ടത്, ലക്ഷക്കണക്കിന് ആളുകൾ കൊല ചെയ്യപ്പെട്ടത്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഒരു ലിറ്റററി ഫെസ്റ്റിവലിൽ ഞാനും ഡോക്ടർ മുനീറും കൂടി ഒരു ഡയലോഗ് നടത്തിയുണ്ടായി. ഞങ്ങൾ ആ കാലഘട്ടത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ആ കാലഘട്ടത്തിൻ്റെ ചരിത്രമെഴുതിയ പുസ്തകങ്ങളുണ്ട്. ഒന്ന്, എങ്ങനെയാണ് നാസിസം ഉദയം ചെയ്തത്. തേർഡ് റൈക്ക് എന്ന് പറയുന്ന അതിമനോഹരമായൊരു പുസ്തകമുണ്ട്, 43-ൽ ഇറങ്ങിയത്. ആരായിരുന്നു ഗീബൽസ്? നമ്മളിപ്പോൾ പഠിക്കേണ്ടതാണ് ഗീബൽസ് ആരായിരുന്നു. ഇപ്പം ഗീബൽസിനെ കുറിച്ച് പറയുന്ന പ്രൊപ്പഗാൻഡ മെഷീൻ എന്ന് പറയുന്ന പുസ്തകം. അഡോൾഫ് ഹിറ്റ്ലർ ആരായിരുന്നു? ഹിറ്റ്ലറുടെ ജീവചരിത്രം, മീൻ കാഫ്. അങ്ങനെ കുറേ പുസ്തകങ്ങൾ ആ കാലഘട്ടത്തിനെക്കുറിച്ച്. നമ്മൾ ആ കാലഘട്ടത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ലോകത്ത് മനുഷ്യരെ കൊല ചെയ്ത കിരാതന്മാരായ ഭരണാധികാരികൾ, നാസിസത്തിൻ്റെ പേരിൽ, ഫാസിസത്തിൻ്റെ പേരിൽ, കമ്മ്യൂണിസത്തിൻ്റെ പേരിലാണ് മനുഷ്യൻ കൊല ചെയ്യപ്പെട്ടത്. ലക്ഷക്കണക്കിന് ചെയ്യപ്പെട്ടത്. അത് ഹിറ്റ്ലറാണെങ്കിലും, മുസോളിനി ആണെങ്കിലും, കംബോഡിയയിലെ പോൾപോട്ട് ആണെങ്കിലും, റഷ്യയിലെ സ്റ്റാലിൻ ആണെങ്കിലും, ചൈനയിലെ മാവോ സേതുങ് ആണെങ്കിലും, രാഷ്ട്രീയ എതിരാളികളെ കൊന്നൊടുക്കുന്ന ഏകാധിപതികളുടെ, സ്വേച്ഛാധിപതികളുടെ കാലമായിരുന്നു. വംശഹത്യകളുടെ കാലമായിരുന്നു. അവിടെ ഗീബൽസുമാർ ഹിറ്റ്ലർമാരെ ജനങ്ങളുടെ മനസ്സിൽ പ്രതിഷ്ഠിക്കാൻ വേണ്ടി നടത്തിയ PR വർക്ക് ഇന്ന് പുതിയ ഫോർമാറ്റിൽ 21-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ ആവർത്തിക്കപ്പെടുന്നു. ചെറുപ്പക്കാരോട് ചിലപ്പോൾ സംസാരിക്കുമ്പോൾ അവർ പറയും, പട്ടാള ഭരണം വന്നാൽ മതിയായിരുന്നു, ഏകാധിപതികൾ ഭരിച്ചാൽ മതിയായിരുന്നു, സ്ട്രോങ് ലീഡർ എന്നെല്ലാം പറയും. അത് 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ ലോകത്തുണ്ടായ ചരിത്രത്തെക്കുറിച്ചുള്ള അജ്ഞതയാണ് അത് പറയുന്നത്. ആ ചരിത്രം നമ്മൾ പഠിച്ചാൽ ജനാധിപത്യത്തിൻ്റെ മഹത്വം എന്താണ്, ജനാധിപത്യത്തിൻ്റെ നൈർമല്യം എന്താണ്, അതിൻ്റെ സവിശേഷതകൾ എന്താണ് എന്ന് നമ്മൾ ബോധ്യപ്പെടും. യൂറോപ്പിലെ മുഴുവൻ സ്ഥലങ്ങളിലും നടന്ന സംഭവങ്ങൾ, മുഴുവൻ അതിൻ്റെ പേരിലുണ്ടായ യുദ്ധങ്ങൾ, ഈ നമ്മുടെ നാടിൻ്റെ, ലോകത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് യുദ്ധങ്ങളുടെ, പലായനങ്ങളുടെ, കുഞ്ഞുങ്ങളുടെ നിലവിളികളുടെയാണ്. അതിപ്പോഴും ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ യുദ്ധങ്ങൾ ഇപ്പോഴും ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അവസാനമില്ലാത്ത യുദ്ധങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ലോകത്തെല്ലായിടത്തും. എന്താണ് 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ നടന്നത്? അതിപ്പോഴും 21-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ നടക്കുകയാണ്. ഇപ്പോഴും നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളുകളുടെ മീതെ ബോംബുകൾ വർഷിക്കപ്പെടുന്നു. നിരപരാധികളായ മനുഷ്യർ, രോഗികൾ കിടക്കുന്ന ആശുപത്രികൾക്ക് മീതെ ബോംബുകൾ വർഷിക്കപ്പെടുന്നു. എവിടെ നിന്നും കേൾക്കുന്നത് നിലവിളികളാണ്. ഒരു ജീവിതകാലത്തെ സമ്പാദ്യം മുഴുവൻ വഴിയിൽ ഉപേക്ഷിച്ച് കുഞ്ഞുങ്ങളെയും മാറോടടക്കി പിടിച്ച് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ജനത മുഴുവൻ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പലായനം നടത്തുകയാണ്. അവിടെ എത്തിച്ചേരുമോ എന്ന് പോലും അറിയാതെ, ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാനില്ലാതെ, ഭക്ഷണമില്ലാതെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പലായനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ലോക ചരിത്രം. രക്തരൂക്ഷിതമാണ് ലോക ചരിത്രം. ആ ലോക ചരിത്രത്തെക്കുറിച്ചുള്ളൊരു ബോധ്യം ജനാധിപത്യത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തും എന്നാണ് എൻ്റെ വിശ്വാസം. ആ ലോകത്ത് ഈ സംഭവങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ത്യയുടെ ചരിത്രം, ആ കാലഘട്ടത്തിലെ നമ്മുടെ ചരിത്രം, ലെഗസി ഓഫ് ദ നാഷണൽ മൂവ്മെൻറ്റ്, നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആ പൈതൃകം, അതിമനോഹരമായ പാരമ്പര്യം, സമാനതകളില്ലാത്ത സ്വാതന്ത്ര്യ സമരം,
അത് കേവലം രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാത്രം നടത്തിയ ഒരു സമരമായിരുന്നില്ല. രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തോടൊപ്പം സാമൂഹ്യ നീതിക്ക് വേണ്ടി കൂടി നടത്തിയൊരു പോരാട്ടമായിരുന്നു. നൂറ്റാണ്ടുകളോളം ജീവിതത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ട മനുഷ്യരെ ഈ ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ച് കയറ്റാൻ വേണ്ടി നടത്തിയ സമരമാണ്. ആ സമരത്തെക്കുറിച്ചുള്ള നമ്മുടെ പഠനം ഗാന്ധിയെക്കുറിച്ചും നെഹ്റുവിനെക്കുറിച്ചും വലിയ വിശാലമായ അവരുണ്ടാക്കിയ ലോകം, അവരുണ്ടാക്കിയ പ്രത്യയശാസ്ത്രം, അവരുണ്ടാക്കിയ ജനാധിപത്യ ബോധം ലോകത്തിലെ മുഴുവൻ അറിഞ്ഞുകൊണ്ട് ലോകകാര്യങ്ങളെ മുഴുവൻ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ രാജ്യത്തെ സ്നേഹിച്ച അവർ ഈ രാജ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയ പുതിയ പ്രത്യയശാസ്ത്രം. ക്രിസ്തുവിൻ്റെ ആശയങ്ങളിൽ നിന്നും ക്രൈസ്തവ ദർശനത്തിൽ നിന്നും അഹിംസയിലേക്കുള്ള ഗാന്ധിയുടെ വരവ്, സാമ്പത്തികമായ സമീപനങ്ങളെക്കുറിച്ചുള്ള ഗാന്ധിയുടെ കാഴ്ചപ്പാട്, ജനാധിപത്യത്തെക്കുറിച്ച്, പ്രകൃതിയെക്കുറിച്ച്, ഈ ലോകത്തെക്കുറിച്ചുള്ള പണ്ഡിറ്റ്ജിയുടെ കാഴ്ചപ്പാട്, അതെല്ലാം ചരിത്രത്തിൻ്റെ ഭാഗമായി നമ്മൾ നിൽക്കുകയാണ്. അപ്പോൾ അതിനു മുൻപുള്ള ഇന്ത്യയുടെ ചരിത്രം നമ്മൾ അന്വേഷണമാണ്, അറിവ് തേടിയുള്ള അന്വേഷണമാണ് നമ്മുടെ ജീവിതം. അതിന് തൊട്ട് മുമ്പുള്ള, അപ്പോൾ ഇതെല്ലാം അതിന് തൊട്ട് മുമ്പുള്ള മുഗളന്മാരുടെ കാലഘട്ടത്തെക്കുറിച്ചുള്ള നമ്മുടെ ചരിത്രം. 1857 നടന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഞാൻ അടുത്തിടയിൽ ഒരു പുസ്തകം വായിച്ചു, ദ സ്കൾ ഓഫ് ആലംബഗ് എന്ന് പറയുന്ന മനോഹരമായ പുസ്തകമാണ്. ബ്രിട്ടീഷ് ചരിത്രകാരൻ എഴുതിയ പുസ്തകമാണ്. അയർലൻഡിലെ ഒരു പബ്ബിൽ നിന്നും ഒരാളുടെ തലയോട്ടിയും ഒരു കുറിപ്പും കിട്ടുന്നു. ആരുടേതാണെന്ന് അറിയാതെ ഈ ചരിത്രകാരൻ അന്വേഷിച്ചു പോവുകയാണ്. ചരിത്ര അന്വേഷണം കൂടിയാണ്. അദ്ദേഹം ലണ്ടനിലെ ആർക്കൈവ്സിൽ പോയി, ഡൽഹിയിലെ ആർക്കൈവ്സിൽ വന്നു. അവസാനം ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രത്തിലേക്കാണ് കിമ്മെ വാഗ്നർ എന്ന് പറയുന്ന ചരിത്രകാരൻ പോകുന്നത്. അപ്പോൾ അന്ന് ഒരുപാട് പേരെ ബ്രിട്ടീഷുകാർ ക്രൂരമായി ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ, ഷിപ്പായി ലഹള എന്ന് പറയുന്നതിനെ അടിച്ചമർത്തി. അന്ന് തടവിലാക്കപ്പെട്ട ആളുകളെ കൊണ്ടുവന്ന് ഒരു ഗ്രൗണ്ടിൽ കൊണ്ടുവന്ന് വെടിവെച്ച് കൊല്ലും. വെടിവെച്ച് കൊല്ലുന്നു കഴിയുമ്പോൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ചാണ് സമരത്തിൽ പങ്കെടുത്തത്. ഹൈന്ദവരുടെ മൃതശരീരങ്ങൾ ഏറ്റുവാങ്ങാൻ ഹിന്ദുക്കളായ ബന്ധുക്കൾ കാത്തു നിൽക്കും. എന്നിട്ട് ഹൈന്ദവ ആചാരപ്രകാരം സംസ്കരിക്കും. മുസ്ലിങ്ങളുടേത് ഇസ്ലാമിക ആചാരപ്രകാരം മയ്യത്തുമായി അവർ പോകും. ഇത് കണ്ട ബ്രിട്ടീഷ് ക്യാപ്റ്റന് കലിയിളകി. അദ്ദേഹം ഒരു പീരങ്കിയിൽ ഹിന്ദുവിനെയും മുസ്ലിമിനെയും ഒരുമിച്ച് കെട്ടിവെച്ച് പീരങ്കിക്ക് തീ കൊളുത്തി. അവരുടെ മൃതശരീരങ്ങൾ ആരുടേതാണെന്നറിയാതെ ആ ഗ്രൗണ്ട് മുഴുവൻ ചിതറിത്തെറിച്ചു. ആർക്ക് പറക്കിയെടുക്കാൻ കഴിയും? ആരുടെ ബന്ധുക്കൾക്ക് പറക്കിയെടുക്കാൻ കഴിയാത്ത വണ്ണം ഹിന്ദുവിൻ്റെയും മുസൽമാൻ്റെയും മൃതശരീരങ്ങൾ ചിതറിക്കിടക്കുകയാണ് ഗ്രൗണ്ട്. ഒരു മിനിറ്റ് മാത്രമാണ് ബന്ധുക്കൾ സ്തംഭിച്ച് നിന്നത്. അവരതെല്ലാം പറക്കിയെടുത്ത് ഒരുമിച്ച് കൂട്ടി ഹൈന്ദവാചാരപ്രകാരവും ഇസ്ലാമിക ആചാരപ്രകാരവും ഒരുമിച്ച് ആ സംസ്കാരം നടത്തി എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. അന്ന് ബ്രിട്ടീഷുകാർ കൊല ചെയ്ത ഒരു ശിപ്പായി ആയിരുന്നു ആലംബഗ്. ആ ആലംബഗിൻ്റെ തലയോട്ടിയാണ് അന്ന് റിട്ടയർ ചെയ്തു പോകുന്ന പട്ടാള ഉദ്യോഗസ്ഥന്മാർ ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ അവർ കൊണ്ടുപോയിരുന്നത്, സൂവനീറായി കൊണ്ടുപോയിരുന്നത് അവർ കൊന്ന ഒരാളുടെ തലയോട്ടിയാണ്. പണ്ടാളുകൾ പുലിയെ കൊന്ന്, കടുവയെ കൊന്ന്, കടുവയുടെ മീതെ ചവിട്ടി നിന്ന് തോക്കുമായി നിൽക്കുന്ന ഫോട്ടോ കണ്ടിട്ടുണ്ട്. അതുപോലെ അവർ കൊന്നൊടുക്കിയ ഈ തലയോട്ടിയുമായി ഒരു പട്ടാളക്കാരൻ പോയി, ഒരു ക്യാപ്റ്റൻ പോയി. അയാളുടെ വീട്ടിൽ നിന്ന് ഇതെങ്ങനെയോ നഷ്ടപ്പെട്ടിട്ടാണ് അയർലൻഡിലെ പബ്ബിൽ ഈ തലയോട്ടി വന്നത്. അപ്പോൾ ആ തലയോട്ടി അന്വേഷിച്ചുള്ള ചരിത്രകാരൻ്റെ അന്വേഷണം പ്പെടുന്ന ഐതിഹാസികമായ ഒരു സമരത്തിലേക്കാണ്. ബ്രിട്ടീഷുകാർക്കെതിരായി ഇന്ത്യയിലുണ്ടായ പ്രധാനപ്പെട്ട പോരാട്ടങ്ങളിൽ ഒന്നായി പോയി. അപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മെയിൻ മൂവ്മെൻറ്റിനോടൊപ്പം തന്നെ അതോടൊപ്പം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന വ്യത്യസ്തമായ സമരങ്ങൾ, ഈ സമരങ്ങളെ എല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട്
അവിടെയാണ് ഇൻക്ലൂസീവ്നെസ് എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ. നാട്ടിലുടനീളം അവർ യാത്ര ചെയ്തു. നമ്മുടെ സ്വാതന്ത്ര്യ നേതാക്കന്മാർ അവർ പലതും കണ്ടു. പല വ്യത്യസ്തമായ ആശയങ്ങളെ അവർ കണ്ടു, വ്യത്യസ്തമായ ചിന്താധാരകളെ കണ്ടു. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എല്ലാ അരുവികളും നദികളായി ഒഴുകി കടലിൽ മഹാസാഗരത്തിൽ ചെന്ന് ചേരുന്നത് പോലെ ഈ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായ എല്ലാ ചിന്താധാരകളും ഒന്നിച്ചു ചേർന്ന മഹാസാഗരമാണ് നമ്മുടെ മഹത്തായ പ്രസ്ഥാനം. അതാണ് ആ പ്രസ്ഥാനത്തിൻ്റെ പ്രസക്തി. അത് 5000 വർഷക്കാലത്തെ രാജ്യത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ തുടർച്ചയാണ്. എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒന്നാണ്. നമ്മുടെ 5000 വർഷക്കാലത്തെ പാരമ്പര്യം ഇപ്പോൾ സംഘപരിവാർ പറയുന്ന പാരമ്പര്യമല്ല ഇന്ത്യയുടേത്. ഇന്ത്യയിൽ ഹിന്ദുക്കളും മുസൽമാന്മാരും രജപുത്രന്മാരും ഒക്കെ ഭരിച്ചിട്ടുണ്ട്. മനു എസ് പിള്ളയുടെ ഒരു പുസ്തകത്തിൽ പറയുന്നത്, അന്നത്തെ അബീസീനിയ, അതായത് ഇന്നത്തെ എത്യോപ്യ, അവിടെ നിന്നും വന്ന അടിമയായി ഇന്ത്യയിലേക്ക് വന്ന ഒരാൾ ഡെക്കാനിലെ ഒരു രാജ്യത്ത് സുൽത്താനായിട്ടുണ്ടെന്നാണ്. അപ്പോൾ അടിമയായി വിദേശത്ത് നിന്ന് വന്ന ആളെ വരെ ഉൾക്കൊണ്ട് ഇവിടെ സുൽത്താനാക്കി മാറ്റിയ, ഒരാളോടും രാജ്യം വിട്ടുപോകാൻ പറയാത്ത, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന വൈവിധ്യങ്ങളെയും സംസ്കാരങ്ങളെയും ജനപദങ്ങളെയും എല്ലാം ഹൃദയത്തിലേക്ക് സ്വീകരിച്ച ഒരു പാരമ്പര്യമാണ് രാജ്യത്തിൻ്റെ പാരമ്പര്യം. അതിൻ്റെ തുടർച്ചയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. അതിൻ്റെ പ്രോഡക്റ്റാണ് നമ്മുടെ ഭരണഘടന. ആ ഭരണഘടനാ ആശയങ്ങളെ, മൂല്യങ്ങളെ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തത്? അപ്പോൾ ലോകക്രമം മാറിക്കൊണ്ടിരിക്കുക. 2ാം ലോക മഹായുദ്ധത്തിന് മുമ്പ് ഉള്ള ഒരു ലോകം, 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഒരു ലോകം വേറെ. കാലഗണന നിശ്ചയിക്കുന്നത് അങ്ങനെയാണ്. 2ാം ലോക മഹായുദ്ധത്തിന് മുൻപും പിൻപും. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം കോളനികളെല്ലാം ഇല്ലാതായി ലോകത്ത്. അതൊരു മാറ്റമാണ്. സ്വാതന്ത്ര്യ സമരങ്ങൾ, വിമോചന സമരങ്ങൾ എല്ലാം വിജയിക്കപ്പെട്ടു. പിന്നീടുണ്ടായ ചരിത്രം, ചൈനയുടെ ഉദയം, സോവിയറ്റ് യൂണിയൻ്റെ തകർച്ച, കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ സോവിയറ്റ് യൂണിയന് തകർച്ചയ്ക്ക് മുമ്പുണ്ടായ പോരാട്ടങ്ങൾ, ഹംഗറിയിലെ ഇമ്രി നാഗിയുടെ പോരാട്ടം, ചെക്കോസ്ലോവാക്യയിലെ പ്രാഗ് സ്പ്രിംഗ്, അന്നത്തെ സോവിയറ്റ് യൂണിയനെതിരായി നടന്ന പോരാട്ടങ്ങൾ, അഫ്ഗാനിസ്ഥാൻ്റെ കഥകൾ, ഇതെല്ലാം ചരിത്രത്തിൽ ഇങ്ങനെ ഇഴവിരിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ഒരു ചരിത്രത്തെക്കുറിച്ചുള്ള നമ്മുടെ അന്വേഷണം പോകുമ്പോൾ നമുക്ക് പോകാൻ പറ്റാവുന്നത്ര മേഖലകളിലേക്ക് പോകണം. ഇതെല്ലാം ഓരോ ഡിവിഷനുകളാണ്. മുഗൾ ചരിത്രം ഒന്നാണ്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം ഒന്നാണ്, സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള മുഗളന്മാർ വരുന്നതിന് മുമ്പുള്ള ഒരു ചരിത്രം രാജ്യത്തിനുണ്ട്, സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരു ചരിത്രമുണ്ട്. ഈ ചരിത്രത്തിലേക്ക് എല്ലാമുള്ള അന്വേഷണം നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഭാവിയിലേക്കുള്ള നമ്മുടെ ആസൂത്രണം, നമ്മുടെ ചലനങ്ങൾ, നമ്മുടെ ജനാധിപത്യ ബോധം, നമ്മുടെ മതേതര ബോധം, നമ്മുടെ രാജ്യത്തിന് ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടിയിട്ടുള്ള സാമ്പത്തികമായ സമീപനങ്ങൾ. നമുക്കറിയാം, 33 പതിറ്റാണ്ട് കാലമായി എക്കണോമിക് റീഫോംസ് വന്നിട്ട്, സാമ്പത്തിക പരിഷ്കാരങ്ങൾ. ആ സാമ്പത്തിക പരിഷ്കാരങ്ങൾ 3.5 പതിറ്റാണ്ട് കാലത്തെ പരിശോധനയ്ക്ക് ശേഷം ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട സമയമാണ്. ലോകത്തെല്ലായിടത്തും അസമത്വം വർദ്ധിക്കുകയാണ്, ഇനിക്വാളിറ്റി വർദ്ധിക്കുകയാണ്. ഇത് പണ്ട് മുതലേ ഉള്ള ചരിത്രമാണ്. 1ാം ലോക മഹായുദ്ധത്തിന് ശേഷം 1930-ലുണ്ടായ ഗ്രേറ്റ് ഡിപ്രഷൻ, ഏഷ്യൻ ക്രൈസിസ്, 2008-ലുണ്ടായ ആഗോള സാമ്പത്തിക മാന്ദ്യം, ഇതെല്ലാം ഭരണകൂടങ്ങൾ, ചരിത്രങ്ങൾ, ഇതെല്ലാം സാമൂഹ്യ സാമ്പത്തിക കാരണങ്ങളുടെ പുറത്തുണ്ടായ സമരങ്ങൾ. എല്ലാത്തിൻ്റെയും പുറത്തൊരു സോഷ്യോ ഇക്കണോമിക് റീസണുണ്ട്. എല്ലാത്തിൻ്റെയും പുറകിൽ, എല്ലാ ചരിത്രത്തിലുണ്ടായ എല്ലാ മാറ്റങ്ങളുടെയും പുറകിൽ സോഷ്യോ ഇക്കണോമിക് റീസൺസ് ഉണ്ട്. അതുകൂടി നമ്മൾ പഠിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ആ സാമൂഹ്യ സാമ്പത്തിക മാറ്റങ്ങളാണ് ലോകത്തിൻ്റെ ഗതിവിഗതികളെ മാറ്റിമറിച്ചത് എന്ന് കാണാം. അതുകൊണ്ട് ചരിത്രം ഏറ്റവും താല്പര്യത്തോടു കൂടി, ഏറ്റവും മനോഹരമായി ചരിത്രത്തിലേക്കുള്ള അന്വേഷണം നടത്താനുള്ള പ്രേരണയായി, ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സംഭവമായി ഈ ഹിസ്റ്ററി കോൺഗ്രസ് മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. KPCCയുടെ നേതൃത്വത്തിൽ വച്ചിരിക്കുന്ന ഈ വലിയ മുന്നേറ്റം അത് നമുക്ക് ഒരുപാട് കാര്യങ്ങളിലേക്ക് കടന്നു പോകാനുള്ള അവസരം കൂടി ഉണ്ടാക്കും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഈ ചരിത്ര കോൺഗ്രസിന് എല്ലാവിധ ആശംസകളും നന്മകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തും. അടുത്തതായി
ചുരുങ്ങിയ വാക്കുകളിലാണ് ആശംസകൾ നേരുന്നത്. അതിനു മുമ്പായി വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് ആധികാരികമായി ഗ്രന്ഥം പ്രസിദ്ധീകരിച്ച പ്രസാധകനായ ഡോക്ടർ BS ബാലചന്ദ്രനെ പ്രതിപക്ഷ നേതാവ് ആദരിക്കുന്ന ഒരു ചെറിയ ചടങ്ങാണ്. BS ബാലചന്ദ്രൻ അദ്ദേഹം വേദിയിലേക്ക് കടന്നു വരണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ പ്രതിനിധികൾ ദയവായി ചിട്ടയോടുകൂടി അച്ചടക്കത്തോടുകൂടി ഈ സമ്മേളന ഹാളിലിരിക്കണം. അടുത്തതായി ചുരുങ്ങിയ വാക്കുകളിൽ ആശംസ 2-3 നമ്മുടെ അതിഥികൾ കൂടി നേരും. നമ്മുടെ ഈ സമ്മേളന ഹാളിന് തൊട്ട് താഴെ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടുള്ള എക്സിബിഷനുണ്ട്. ഇടനേരങ്ങളിൽ നിങ്ങൾക്ക് അവിടെ പോയി അത് കാണാവുന്നതാണ്. ബഹുമാനപ്പെട്ട ശ്രീ MM ഹസൻ. പ്രിയപ്പെട്ട അധ്യക്ഷൻ KPCC പ്രസിഡന്റ് ശ്രീ K. സുധാകരൻ MP, പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, ഈ ചരിത്ര കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം, AICയുടെ SC/ST ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചീഫ് കൂടിയായ ശ്രീ K. രാജു, വേദിയിലുള്ള ഈ വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് സമഗ്രമായ ഒരു ചരിത്ര ഗ്രന്ഥം രചിച്ച ശ്രീ സുകുമാരൻ മൂലേക്കാട്, ആ ഗ്രന്ഥമാണ് ശ്രീ ബാലചന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള സദ്ഭാവന ട്രസ്റ്റ് പ്രസിദ്ധീകരിച്ചത്. ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, ശ്രീ M. ലിജു, പാലോട് രവി, ശ്രീ VP സജീന്ദ്രൻ, പ്രിയമുള്ള സഹോദരിമാരെ, സഹപ്രവർത്തകരെ, വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 1 വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷത്തിനിടയിൽ ഇന്നിവിടെ സംഘടിപ്പിച്ച ഈ ചരിത്ര കോൺഗ്രസ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ചരിത്ര പ്രാധാന്യം, അത് കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിലുള്ള പ്രാധാന്യം മാത്രമല്ല, നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുള്ള നവോത്ഥാന മുന്നേറ്റങ്ങളിൽ ലോകത്ത് നടന്നിട്ടുള്ള ഏറ്റവും വലിയ നവോത്ഥാന മുന്നേറ്റങ്ങളിൽ വൈക്കം സത്യാഗ്രഹത്തിനുള്ള സ്ഥാനമെന്ത് എന്ന് അടയാളപ്പെടുത്താനാണ് ഇത്തരത്തിലുള്ളൊരു ചരിത്ര കോൺഗ്രസ്സിന് KPCC നേതൃത്വം നൽകിയത്. ലോകത്ത് ഇതിന് സമാനമായ ഒരു വലിയ പോരാട്ടം ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ നേതൃത്വത്തിൽ നടന്ന വർണ്ണവിവേചനത്തിനെതിരായിട്ടുള്ള അതിശക്തമായ പോരാട്ടമാണ്. മാർട്ടിൻ ലൂതർ കിങ്ങിന് ലോകത്തെ നവോത്ഥാന ചരിത്രത്തിലുള്ള സ്ഥാനം, അതിന് സമാനമായൊരു സ്ഥാനം ഈ വൈക്കം സത്യാഗ്രഹത്തിനും അതിൻ്റെ നായകരായ ശ്രീ TK മാധവനും നൽകാൻ ചരിത്രത്തിന് ഒരു പുനർവായനയോ പുനർരചനയോ നടത്താനുള്ള ഒരു ചർച്ചയ്ക്ക് ഈ ചരിത്ര കോൺഗ്രസ് നേതൃത്വം നൽകണം എന്നതാണ് എനിക്ക് ആദ്യമായി നിർദ്ദേശിക്കാനുള്ളത്. TK മാധവനെക്കുറിച്ചുകൂടെ പറഞ്ഞു. ഈ TK മാധവൻ്റെ പേരിലല്ലാതെ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഈ ചരിത്ര കോൺഗ്രസ് മറ്റൊരു പേരിലും നമുക്ക് ഈ നഗറിന് പേരിടാൻ കഴിയില്ല. കാരണം
അദ്ദേഹമാണ് ആദ്യമായി വൈക്കം ശിവക്ഷേത്രത്തിൻ്റെ ആ വഴിയിലുള്ള തീണ്ടൽ പലക അത് നിയമം ലംഘിച്ചുകൊണ്ട് അതിലൂടെ അദ്ദേഹം വഴി നടക്കാൻ സാഹസികമായ ഒരു പ്രവർത്തനം നടത്തിയത്. പിന്നീട് 2-3 ആളുകൾ വന്നു. അതിനുശേഷമാണ് ഇവിടെ ചരിത്രം പറഞ്ഞു, അദ്ദേഹം തിരുനെൽവേലിയിൽ പോയി മഹാത്മാഗാന്ധിയുമായി സംസാരിച്ചു. ഗാന്ധിജിയുടെ അംഗീകാരത്തെ ആശീർവാദത്തോടു കൂടിയാണ് പിന്നീടുള്ള സമരവും പിന്നീടുള്ള പ്രവർത്തനവും നടക്കുന്നത്. 1923 അവിടെ കാക്കിനടയിൽ നടന്ന സമ്മേളനം, മൗലാന മുഹമ്മദ് അലിയുടെ നേതൃത്വത്തിലുള്ള സമ്മേളനം. ആ സമ്മേളനത്തിലാണ് TK മാധവൻ ഈ പ്രമേയം അവതരിപ്പിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 1924-ലും 25-ലുമായി 20 മാസം നീണ്ടുനിന്ന ഈ സമരം നടക്കുന്നത്. ശ്രീ TK മാധവൻ പ്രജാസഭയിൽ, തിരുവിതാംകൂർ പ്രജാസഭയിൽ അംഗമായിരുന്നു. ആ പ്രജാസഭയിൽ അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ക്ഷേത്രപ്രവേശനം എൻ്റെ ജന്മാവകാശമാണ്. ഇതേപോലൊരു മുദ്രാവാക്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മുഴക്കിയത് നമുക്കാരാണെന്നറിയാം. തിലകൻ, ബാലഗംഗാധര തിലകൻ. സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണെന്ന് പറഞ്ഞ ബാലഗംഗാധരൻ്റേതുപോലുള്ളൊരു പ്രഖ്യാപനം ശ്രീമൂലം ഈ പ്രജാസഭയിൽ മുഴക്കിയ ആളാണ് TK മാധവൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവായിരുന്നു, SNDPയുടെ സെക്രട്ടറിയായി. അതിൻ്റെ ഒരു പ്രാധാന്യം കാണിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. പിന്നീടാണ് നമ്മുടെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഔദ്യോഗികമായി, ഇവിടെ പ്രസിഡന്റ് ആ ചരിത്രം പറഞ്ഞു, എറണാകുളത്ത് കൂടി കേളപ്പജി കൺവീനറായി ഒരു കർമ്മസമിതി ഉണ്ടാക്കി. അവരാണ് ഈ തിരുവിതാംകൂറിലെ ഏറ്റവും കൂടുതൽ ഇത്തരം പ്രാകൃത തീണ്ടലും തൊടിയിലും കൊണ്ട് ഏറ്റവും കൂടുതൽ അങ്ങേയറ്റം പ്രാകൃതമായി തീർന്ന ഒരു നാട്ടുരാജ്യം തിരുവിതാംകൂറായിരുന്നു. അതുകൊണ്ടാണല്ലോ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് കേരളം ഒരു ഭ്രാന്താലയമാണ്. ഈ വൈക്കം സത്യാഗ്രഹത്തെ നമ്മൾ ചരിത്രകാരന്മാർ എൻ്റെ അഭിപ്രായത്തിൽ വിലയിരുത്തേണ്ടത് നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുള്ള, ഇന്ത്യ രാജ്യത്ത് ഭാരതത്തിലുണ്ടായിട്ടുള്ള നവോത്ഥാന മുന്നേറ്റങ്ങളുടെ ചരിത്രത്തിൽ ഈ വൈക്കം സത്യാഗ്രഹത്തിന് എന്ത് സ്ഥാനം നൽകണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചയാണ് വേണ്ടത്. നമുക്കെല്ലാവർക്കും അറിയാം, 19-ാം നൂറ്റാണ്ടിൽ, ഇവിടെ 20-ാം നൂറ്റാണ്ടിൽ ലോകത്ത് മുഴുവനുണ്ടായ സംഭവങ്ങളെക്കുറിച്ച് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഇവിടെ പറഞ്ഞു. 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി നടന്ന നമ്മുടെ രാജ്യത്തെ നവോത്ഥാന മുന്നേറ്റങ്ങൾ, അതിൻ്റെ എല്ലാം നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നു. ഹിന്ദുമതത്തിലെ നവീകരണത്തിന്, ഹിന്ദുമതത്തിൻ്റെ പരിഷ്കരണത്തിന്, ഹിന്ദുമതത്തിലുണ്ടായിരുന്ന അനാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, അസമത്വം, ഇതിനെതിരായി നടന്ന വലിയ പോരാട്ടങ്ങളുടെ ചരിത്രമാണത്. രാജാറാം മോഹൻ റായിൽ തുടങ്ങി അങ്ങനെ നിരവധി സാമൂഹ്യ പരിഷ്കർത്താക്കളിലൂടെ ഏറ്റവും മഹത്തായ ഒരു സ്ഥാനമാണ് ശ്രീനാരായണ ഗുരുവിനും അയ്യങ്കാളിക്കുമെല്ലാം ആ ചരിത്രത്തിൽ നൽകേണ്ടത്. അവർ നടത്തിയ ഹിന്ദുമതം ഇന്ത്യയിലെ ഭൂരിപക്ഷ ജനങ്ങളുടെ മതമായിരുന്നു. ഇന്ത്യയുടെ സംസ്കാരം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ആർഷഭാരത സംസ്കാരം എന്നൊക്കെ നമ്മൾ ഉദ്ഘോഷിക്കുന്നത് ഹൈന്ദവ സംസ്കാരം തന്നെയാണ്. പിന്നീടാണ് രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ആ സംസ്കാരം, അതിനെല്ലാം വലിയ മാറ്റമുണ്ടായി, മതനിരപേക്ഷമായ ഒരു മുന്നേറ്റമുണ്ടായത്. ആ മതനിരപേക്ഷമായ മുന്നേറ്റം ഉണ്ടാകുന്നതിലും ഈ രാജാറാം മോഹൻ റായ് മുതൽ ദയാനന്ദ സരസ്വതി, ആ പേരുകളൊക്കെ ചരിത്രത്തിൽ സുവർണ ലിപികളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രീരാമകൃഷ്ണ പരമഹംസൻ, സ്വാമി വിവേകാനന്ദൻ, അതിലൂടെയാണ് ഏറ്റവും ഒടുവിൽ ആ പരിഷ്കരണങ്ങൾ, അവർ നടത്തിയ ശ്രമങ്ങളെല്ലാം എത്തി ഗാന്ധിജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും ഈ സാമൂഹ്യ പരിഷ്കരണത്തെയും ഒരു ബിന്ദുവിൽ ലയിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ്. രാജാറാം മോഹൻ റായിയുടെ കാലത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഹിന്ദു മതത്തിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രാകൃതമായ ആചാരങ്ങളല്ലേ സതി, ശൈശവവിവാഹം, അതിനൊക്കെ എതിരായിട്ട് അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ പോരാട്ടം നടത്തിയത്. അദ്ദേഹം അന്ന് ഈ 19-ാം നൂറ്റാണ്ടിൽ രാജ്യത്തുണ്ടായിട്ടുള്ള മുഗളന്മാരുടെ ഭരണവും ബ്രിട്ടീഷുകാരുടെ ആധിപത്യവും ഒക്കെ വന്നപ്പോൾ യഥാർത്ഥത്തിൽ ഹിന്ദു ധർമ്മം, അതാണ് വർണ്ണവ്യവസ്ഥയുടെ ഭാഗമായി പൗരോഹിത്യത്തിൻ്റെ ആധിപത്യത്തിൽപ്പെട്ട് അതിൻ്റെ
ഇരുമ്പ് മുഷ്ടിയിൽപ്പെട്ട് ഹിന്ദു ധർമ്മം ഏതാണ്ട് ഈ ജീർണിച്ച് അത് അഴുകി തുടങ്ങിയ ഒരു കാലം. അപ്പോഴാണ് ഹിന്ദു മതത്തെ നവീകരിക്കാൻ രാജാ റാം മോഹൻ റായ് ഒരു പുതിയ പ്രകാശവുമായി വരുന്നത്. അദ്ദേഹം എല്ലാ മതങ്ങളെക്കുറിച്ച് താരതമ്യ പഠനം നടത്തി. ആ താരതമ്യ പഠനത്തിൽ അദ്ദേഹം കണ്ടെത്തിയത് എല്ലാ മതത്തിൻ്റെയും സാരം ഒന്നാണ്. അതാണ് ഗുരുദേവനും പറഞ്ഞത്. എല്ലാ മതത്തിൻ്റെയും സാരം ഒന്നാണ്. രാജാ റാം മോഹൻ റായ് എഴുതി വച്ചിട്ടുണ്ട്, എല്ലാ മതങ്ങളുടെയും ഉറവിടം വളരെ ഹൃദ്യവും ശുദ്ധവുമാണ്. പക്ഷെ അതിലെല്ലാം മാലിന്യങ്ങൾ കാലക്രമത്തിൽ അടിഞ്ഞു ചേരുന്നു. ഹിന്ദു മതത്തിലെ മാലിന്യങ്ങൾ നീൽക്കാനാണ് അദ്ദേഹം സതിക്കെതിരായി, ശൈശവ വിവാഹത്തിനെതിരായി, അതുപോലുള്ള കാര്യങ്ങളിൽ അദ്ദേഹം സാമൂഹ്യ നവോത്ഥാനത്തിന് നേതൃത്വം നൽകി. ഉത്തരേന്ത്യയിൽ സാമൂഹ്യ ഒരു വലിയ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ ആളാണ് ദയാനന്ദ സരസ്വതി. രാജാ റാം മോഹൻ റായ് ഇതെല്ലാം പ്രചരിപ്പിക്കുക മാത്രമല്ല, അതിനായി അദ്ദേഹം രൂപീകരിച്ചത് ബ്രഹ്മസമാജം. ദയാനന്ദ സരസ്വതി ആര്യ സമാജം ഉണ്ടാക്കി. ഇതിലൂടെയൊക്കെ അവർ യഥാർത്ഥത്തിൽ മതനിരപേക്ഷമായ എല്ലാ മതങ്ങളും ഒന്നാണ് എന്ന് ചിന്തിക്കാനും ദേശീയമായ പ്രബുദ്ധത ഹിന്ദു മതത്തിലും അതുപോലുള്ള മതവിശ്വാസികളിലും വളർത്തിയെടുക്കുന്നതിന് ഇവരൊക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ശ്രീരാമ പരമഹംസൻ അദ്ദേഹം ഈ ശ്രീരാമകൃഷ്ണൻ സ്ഥാപിക്കുമ്പോൾ പറഞ്ഞത്, ദൈവഭക്തി ജപധ്യാനങ്ങളുടെ എന്താണ് ദന്തഗോപുരത്തിൽ നിന്ന് അതെല്ലാം സാധാരണക്കാരിലേക്ക് അവരുടെ പരിചരണത്തിലേക്ക് ഇറക്കിക്കൊണ്ടുവരാനാണ് ശ്രീരാമ മിഷൻ രൂപീകരിക്കുന്നത് എന്നവർ പറഞ്ഞു. ഇതെല്ലാം കാരണത്തിൽ ഹിന്ദു മതത്തിലുണ്ടായിരുന്ന വർണ്ണാശ്രമ ധർമ്മം, അതാണല്ലോ ഇപ്പോൾ നമ്മുടെ KPCC പ്രസിഡന്റ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് ഈ തീണ്ടലും തൊടിയിലും ഉണ്ടായിരുന്നു, അയിത്തം ഉണ്ടായിരുന്നു. വർണ്ണാശ്രമ ധർമ്മം ആണ് വാസ്തവത്തിൽ എല്ലാ തരത്തിലുള്ള അസമത്വവും ഹിന്ദു മതത്തിലുണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ ഫലമായി ക്ഷേത്രത്തിൽ എല്ലാവർക്കും പ്രവേശിക്കാൻ അവകാശമില്ല. ഈശ്വരൻ്റെ സൃഷ്ടികളാണ് എല്ലാ മനുഷ്യരും. ദൈവത്തിൻ്റെ മുമ്പിൽ എല്ലാവരും സമന്മാരാണ്. പക്ഷേ ഈ സവർണ ജാതിക്കാർക്കല്ലാതെ അവർണർക്ക്, ദളിതർക്ക് അല്ലെങ്കിൽ മറ്റ് അവർണ ജാതിയിൽപ്പെട്ട ആളുകൾക്ക് ക്ഷേത്രത്തിൽ കടക്കാൻ ആവശ്യമില്ല. ഞങ്ങൾക്ക് ഈ പൂച്ചയ്ക്കും പട്ടിക്കും സഞ്ചരിക്കാവുന്ന ഈ ശിവക്ഷേത്രത്തിൻ്റെ വഴിയിലൂടെ ഒരിക്കലും ഈഴവർക്കോ ദളിതർക്കോ അതുപോലുള്ള അവർണ ജാതിക്കാർക്ക് നടക്കാൻ അവകാശമില്ലാത്ത കാലത്താണ് ഈ സമരം നടന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. വർണ്ണവിവേചനത്തിനെതിരായി മാർട്ടിൻ ലൂതർ കിങ്, അയിത്തോച്ചാടനത്തിന് പിന്നീട് TK മാധവൻ മഹാത്മാഗാന്ധിയെ കണ്ട് അദ്ദേഹത്തിൻ്റെ ആശീർവാദം വാങ്ങി കാക്കിനഡ സമ്മേളനം കഴിഞ്ഞപ്പോഴാണ് കോൺഗ്രസിൻ്റെ സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങളിൽ അയിത്തോച്ചാടനൻ ഒരു പ്രധാന പരിപാടിയായി മാറിയത്. അത്രമാത്രം മഹത്വം, അത്രമാത്രം വലിയ സംഭാവനയാണ് TK മാധവൻ നൽകിയത്. അത് ഏറ്റെടുത്തു. നമ്മൾ അതിനുശേഷം 6-7 വർഷത്തിന് ശേഷമാണ് ഗുരുവായൂർ സത്യാഗ്രഹം ഉണ്ടാകുന്നത്. ഗുരുവായൂർ സത്യാഗ്രഹവും വൈക്കം സത്യാഗ്രഹവുമാണ് കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ കേരളത്തെ മാറ്റിമറിച്ച് കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തെ ഏറ്റവും കൂടുതൽ മാറ്റിമറിച്ചു. ഈ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ശതാബ്ദി നമ്മൾ ആഘോഷിക്കുമ്പോൾ സർക്കാർ അത് ആഘോഷിച്ചു. അന്ന് ഞാൻ ഓർക്കുകയാണ്, മുഖ്യമന്ത്രി വലിയ പ്രസംഗം നടത്തി. അദ്ദേഹം പറഞ്ഞു, കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ ഞങ്ങളുടെ സംഭാവന, ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ കേരള ഗവൺമെൻറ്റിൻ്റെ അല്ല, ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംഭാവന ആർക്കും വിസ്മരിക്കാൻ കഴിയില്ല. എന്ത് സംഭാവനയാണ് മാർക്സിസ്റ്റ് പാർട്ടിക്കുള്ളത്? അതാ ചരിത്രം. ഇത് കോൺഗ്രസ് പാർട്ടി TK മാധവൻ ആദ്യം പോയി ഒറ്റയ്ക്ക് ഈ ക്ഷേത്രത്തിൽ നടക്കാൻ ശ്രമിച്ചു, നിയമം ലംഘിച്ചു. അതിനുശേഷം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി കൊച്ചിയിൽ കൂടിയാണ് ഈ സമരം നടത്താൻ തീരുമാനിക്കുന്നത്. KP കേശവമേനോനും KK എളപ്പനും TK മാധവനും പോലുള്ള ആളുകൾ. ആ സമരത്തിലാണ് സതീശൻ ഇവിടെ ചൂണ്ടിക്കാണിച്ചു, സവർണ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. ഇന്ന് ചിന്തിക്കാൻ പറ്റുമോ എന്ന് അദ്ദേഹം ചോദിച്ചത് ശരിയാണ്. കാരണം അന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചെന്താ, NSSൻ്റെ ഒരു പ്രധാന ഒരു പരിപാടിയാണ് ഈ അയിത്തോച്ചാടനം എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ എഴുതിയിട്ടുണ്ട്. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു ബ്രാഹ്മണനും അതുപോലെ തന്നെ ഒരു ഒരു പിന്നെ ദളിതനും എല്ലാം കൂടി ഒരുമിച്ച് വന്നപ്പോൾ ഭക്ഷണം കൊടുക്കാൻ അമ്മ അനുവദിക്കുമോ എന്ന് ഭയം, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കൊടുക്കണം. ഇദ്ദേഹം അയിത്തത്തിനെതിരായി പ്രസംഗിച്ച് നടക്കുന്ന ആളാണ്.
മന്നത്ത് പത്മനാഭൻ്റെ മനസ്സിൽ വലിയ ആശങ്കയായിരുന്നു. അവസാനം രണ്ടും കൽപ്പിച്ച് അമ്മയോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഭക്ഷണം വിളമ്പണം. അമ്മ ഭക്ഷണം വിളമ്പി. ആർക്ക്? വെളിപ്പാടകലെ നിർത്തിയിരുന്ന ദളിതൻ, വീട്ടിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റാത്ത ഒരു ദളിതനെയും അതുപോലെ ബ്രാഹ്മണനെയും അതുപോലെ നമ്പൂതിരിയെയും അദ്ദേഹവും എല്ലാം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു ആ കാലം. അപ്പോൾ NSS അതിൽ പങ്കാളിയായി എന്ന് പറയുമ്പോൾ ഐത്തോച്ചാടനത്തിന് വേണ്ടി അവരും പ്രധാന പങ്ക് വഹിച്ചതാണ്. അപ്പോൾ അവർക്കെല്ലാം അല്ലാതെ കോൺഗ്രസ് പാർട്ടിക്കോ NSSനോ SNDPക്കോ അല്ലാതെ ഈ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പൈതൃകം അവകാശപ്പെടാൻ കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അർഹതയില്ല, അവകാശമില്ല എന്നുള്ളത് ചരിത്രത്തിലൂടെ നമുക്ക് എത്തിച്ചേരാവുന്ന ഒരു നിയമം. അപ്പോൾ അതൊക്കെ പുതിയ തലമുറയിലേക്ക് നമുക്ക് പകർന്നു കൊടുക്കാൻ കഴിയണം. ഞാനതിൻ്റെ പൈതൃകത്തെക്കുറിച്ചല്ല പറയുന്നത്. ഹൈന്ദവ മതത്തിലുണ്ടായിരുന്ന അസമത്വം, അനാചാരങ്ങൾ, ഇതിനെതിരായി നടന്ന എല്ലാ തരത്തിലുള്ള നവോത്ഥാന പരിശ്രമങ്ങളുടെയും ഭാഗമായിട്ടാണ്. അതാണ് ശ്രീനാരായണ ഗുരു ചെയ്തിട്ടുള്ളത്. കേരളത്തിൻ്റെ സാമൂഹിക വിപ്ലവത്തിന് ശ്രീനാരായണ ഗുരു വഹിച്ച സംഭാവന. അതുപോലെ ദളിത് വിഭാഗത്തിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി നാരായണ ഗുരുവിൻ്റെ ഉപദേശങ്ങളാണ് യഥാർത്ഥത്തിൽ അയ്യങ്കാളി നടപ്പിലാക്കിയത് എന്ന് നമുക്ക് തോന്നും. കാരണം സംഘടിച്ച് ശക്തരാകാൻ പറഞ്ഞു ഗുരുദേവൻ, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ പറഞ്ഞു. സംഘടിച്ച് ശക്തരാവുക മാത്രമല്ല, സവർണ സമുദായത്തെ അദ്ദേഹം കയ്യൂക്കുകൊണ്ട് അവരുടെ എല്ലാ തരത്തിലുള്ള നമുക്കറിയാം. അപ്പോൾ കേരളത്തിൽ ശ്രീനാരായണ ഗുരുവിനെയും അയ്യങ്കാളിയെയും നവോത്ഥാന നായകരെന്ന് പറയുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ ചരിത്രം ഒരു വായനയ്ക്ക് നമ്മൾ വിധേയമാക്കുമ്പോൾ ഈ പറഞ്ഞ പേരുകളില്ലേ, രാജാറാം മോഹൻ റായ് മുതൽ മഹാത്മാഗാന്ധി വരെയുള്ള നവോത്ഥാന നായകരിൽ പ്രധാനപ്പെട്ട സ്ഥാനം നൽകേണ്ടവരാണ് ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും എന്ന് പറഞ്ഞു വയ്ക്കാനാണ് ഞാൻ ഈ ചരിത്രത്തിലേക്ക് കണ്ണോടിച്ചത്. അതുകൊണ്ട് ആ ഒരു നവോത്ഥാന ചരിത്രത്തിൽ ഗതകാലത്തെക്കുറിച്ചുള്ള ചർച്ച, ഓർമ്മ, അത് നമ്മുടെ ഇന്നത്തെ സ്ഥിതി എന്താ? ഇന്ന് എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ ഹിന്ദു മതത്തിലുള്ള ആളുകൾക്കും പ്രവേശനമുണ്ടോ? പോകാറുണ്ടായിരിക്കും. ഞാൻ വളരെ കാലം MLA ആയിരുന്ന സ്ഥലമാണ് കഴക്കൂട്ടം. മുരുക്കുമ്പുഴയിൽ ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിച്ച ഒരു ക്ഷേത്രമുണ്ട്. ഞാൻ പലപ്പോഴും അവിടെ പോകുമ്പോൾ കാണാറുണ്ട്. അവിടെ വരുന്ന ഭക്തന്മാരാരും സവർണ സമുദായത്തിൽപ്പെട്ടവരില്ല എന്ന് ഞാൻ കണ്ടപ്പോഴെല്ലാം എനിക്ക് അതിനോട് അന്വേഷിച്ചു. ശരിയാ, ഗുരുദേവൻ സ്ഥാപിച്ച ക്ഷേത്രങ്ങളിൽ എല്ലാ സവർണ സമുദായക്കാരും ഇപ്പോഴും ആരാധനയ്ക്ക് പോകുന്നുണ്ടോ, അരുവിപ്പുറത്ത് പോകുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. യോഗങ്ങളിൽ പ്രസംഗിക്കാൻ പോകുന്നുണ്ടാവും. അപ്പൊ ഇപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ എല്ലാവരും സമന്മാരാണ്, സമത്വമാണ് എന്ന് സത്യാഗ്രഹത്തിൻ്റെ 100ാം വാർഷികം നമ്മൾ ആഘോഷിക്കുമ്പോഴും ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് നമ്മുടെ നാട്ടിൽ കേട്ടോ, ഈശ്വരാരാധന ക്ഷേത്രത്തിൽ പോകുന്നതിന് ഇപ്പോഴും ആളുകൾക്ക് പലതരത്തിലുള്ള മാനസികമായ ചില ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതെല്ലാം മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരു സന്ദേശമാണ്